ആഹി അന്നില്ലാത്തതുകൊണ്ട് ബാക്കി 4 പേരും മാത്രമേ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും പലരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു ദേവുവിന്. അന്നത്തെ ആ സംഭവം ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് അവൾ വേദനയോടെ ഓർത്തു. കഴിവതും ഡെയർ ഡെവിൾസിന്റെ മുൻപിൽ പോയി ചാടാതെ അവൾ ഉച്ചവരെ പിടിച്ചു നിന്നു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഒരൊഴിഞ്ഞ മേശയ്ക്കരികിൽ കഴിക്കാൻ തലേന്നത്തെ ദോശയും സാമ്പാറും എടുത്ത് വെക്കുമ്പോൾ മിഴികൾ നിറഞ്ഞിരുന്നു. പുളിച്ച സാമ്പാറിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയിട്ടും വിശപ്പ് അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നതുകൊണ്ട് മനം വിരട്ടലെല്ലാം ഒഴിഞ്ഞു നിന്നു. കഴിക്കാനായി നാവിലേക്ക് വെച്ചതും പാത്രം മേശയിൽ നിന്ന് താഴേക്ക് വീണ് ചിന്നിച്ചിതറി. അത് സ്വാഭാവികമായി വീണതല്ല എന്ന് മേശക്കരികിൽ നിൽക്കുന്ന 4 ജോഡി കാലുകൾ കണ്ടപ്പോൾ മനസ്സിലായി. തല ഉയർത്തി നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു എങ്കിലും മനസ്സ് തോറ്റുകൊടുക്കാൻ സമ്മതിച്ചില്ല. ചാടി എഴുന്നേറ്റു. കൺട്രികൾ, കഴിക്കാൻ എന്താ മോളെ? പുളിച്ച ദോശയും സാമ്പാറുമാണല്ലോ. നല്ല ഡെലീഷ്യസ് സ്മെല്ലാണല്ലോ. എതിർവശത്തു നിന്ന് ഡെയർ ഡെവിൾസിലെ ഒരാളായ റോസിയുടെ ശബ്ദം എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉയർന്നതും ദേവു കണ്ണുകൾ ഇറുക്കെ അടച്ചു. എന്താ മോളെ ദേവു, ഫുഡ് കഴിക്കാൻ പൈസ കാണില്ലായിരിക്കും അല്ലേ? ഡാ ക്രിസ്റ്റി, ഇവൾക്കൊരു പൊതിച്ചോറ് വാങ്ങിക്കൊടുക്ക്. അഭിരാമിയുടെ സൗണ്ട് അവിടെ ഉയർന്നു. അതുകൂടി ആയപ്പോഴേക്കും ക്യാൻറ്റീനിലെ കുട്ടികളെല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു. ഡെയർ ഡെവിൾസിന്റെ മാത്രം ചുണ്ടുകളിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. വാ മോളെ, ഏട്ടായി മേടിച്ചു തരാം ചോറ്. ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. അതുകൂടിയായപ്പോൾ അവളുടെ ക്ഷമ നശിച്ചിരുന്നു. ബാഗുമെടുത്ത് നടക്കാനൊരുങ്ങി അവളുടെ കയ്യിൽ റോസിയുടെ പിടി വീണു. രൂക്ഷമായ ഒരു നോട്ടം റോസിക്ക് സമ്മാനിച്ച് ദേവ് തൻ്റെ കൈകൾ അവളിൽ നിന്നും പിൻവലിക്കാനൊരുങ്ങി. പിടക്കാതെ മോളെ, പുളിച്ച ദോശയും സാമ്പാറും നീ എങ്ങനെയാ കഴിക്കുന്നേ? അതുകൊണ്ടാ ഞാൻ അതങ്ങ് തട്ടി തെറിപ്പിച്ചത്. മോൾ വേറെ നല്ല ഫുഡ് മേടിച്ച് കഴിക്ക് കേട്ടോ. അവളുടെ കളിയാക്കൽ നിറഞ്ഞ ശബ്ദത്തിൽ ദേവു വല്ലാണ്ടായിപ്പോയി. അപ്പോഴേക്കും കൂടി നിന്നവർ ചിരിക്കാൻ തുടങ്ങി. ചിലർ വീഡിയോ എടുക്കാനും. പെട്ടെന്നൊരു നിമിഷം തന്നെ നഷ്ടപ്പെട്ട അവളുടെ മറ്റേ കൈ റോസിയുടെ കരണത്ത് വലിയൊരു ശബ്ദത്തോടെ പതിച്ചു കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് ദേവുനിൽ നിന്ന് പിടിവിട്ട് റോസി മറുകൈയാൽ കരണ പൊത്തിപ്പിടിച്ചു. ഒരു തക്കം നോക്കി ബാഗ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ അവരെ കടന്ന് നടക്കാൻ ഒരുങ്ങിയതും ക്രിസ്റ്റിയും സിദ്ധുവും ഒരു മതിൽ പോലെ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരാളുടെ അഭാവം അവളിൽ ആശ്വാസം ജനിപ്പിച്ചു. പറ റോസി, ഈ പന്ന മോളെ എന്ത് ചെയ്യണമെന്ന്? സിദ്ധു പല്ല് ഞെരിച്ചോട് ചോദിച്ചു. അവളെ വിട്ടേക്കടാ, അവൾക്കുള്ളത് ആഹി വരുമ്പോൾ കൊടുത്തോളും. ഇന്നത്തോടെ ഇവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. പകയോടെ അവളത് പറഞ്ഞതും ക്രിസ്റ്റിയും സിദ്ധുവും ക്രൂരമായ ഒരു ചിരിയോടെ വഴിമാറിക്കൊടുത്തു. എന്നാൽ ആഹി എന്ന പേരിൻ്റെ ഞെട്ടലിൽ അവൾ ഒരു നിമിഷം ചലനമറ്റ പോലെ അവിടെ നിന്നുപോയി. ബോധം വന്ന അടുത്ത നിമിഷം അവൾ പതറുന്ന കാലടികളോടെ മുൻപോട്ട് നടന്നു. ക്ലാസ്സിലേക്ക് കയറിയിരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അവൻ്റെ മുഖമായിരുന്നു. അറിയാതെ അടിച്ചു പോയതാണ്. ആഹാരത്തിൻ്റെ വില അറിയില്ല അവർക്ക്. മഹാദേവ, ഇനിയും എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ നിനക്ക്? പറഞ്ഞു തീരുന്നതിന് മുൻപ് വലിയൊരു ശബ്ദത്തോടെ ഒരു ബുള്ളറ്റ് പൊടി പറത്തിക്കൊണ്ട് കോളേജിനകത്തേക്ക് വരുന്നത് കണ്ട് അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവളുടെ നെഞ്ചിൽ വിറയൽ കുമിഞ്ഞുകൂടി. അവൾ പതിയെ എഴുന്നേറ്റ് ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ലൈബ്രറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി പോലുമില്ല. തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യാനും എനിക്ക് കഴിയില്ല. പിന്നെ എന്തിനാ താൻ ഈ വേദനകൾ അനുഭവിക്കുന്നു? ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ജന്മമാണ് താൻ. ആർക്കും ഇട്ട് തട്ടിക്കളിക്കാൻ പറ്റുന്ന പാവ. പോകുന്ന വഴിയിൽ ഒക്കെയും പല കുട്ടികളും പരിഹാസം കലർന്ന ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ മുഖത്ത് സഹതാപം. ആരോ റോസിയെ അടിക്കുന്ന വീഡിയോ എടുത്ത് കോളേജ് ഗ്രൂപ്പിലിട്ടു. പക്ഷേ ആ കാര്യം പാവം ദേവു അറിഞ്ഞിരുന്നില്ല. ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. കാരണം ഡെയർ ഡെവിൾസിന്റെ മേലെയല്ലേ മറ്റൊരാളുടെ കൈ വീണിരിക്കുന്നത്. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. ലൈബ്രറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങിങ്ങായി കൂട്ടം കൂടി നിന്ന പിള്ളേർ കൈ ചൂണ്ടി എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ട് പതിയെ ആളൊഴിഞ്ഞൊരു കോണിലേക്ക് നടന്നു. അവിടെ ഒരൊഴിഞ്ഞ മേശയിൽ ബാഗ് വെച്ച് കസേരയിലേക്കിരുന്നു. മേശയിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടന്നു. ഉള്ളിൽ നന്നായി ഭയമുണ്ടായിരുന്നു. തന്നെ തേടിയെത്തുന്ന ആ 2 കാൽപാദങ്ങൾ കാണാതെ അവൾ പതിയെ കണ്ണുകൾ അടച്ചു. പപ്പയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് കോളേജ് ഗ്രൂപ്പിൽ വന്ന ഒരു ക്ലിപ്പ് കണ്ടത്. ഇന്ന് കോളേജിലേക്ക് പോകണ്ട എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ എല്ലാവർക്കും മുൻപിൽ തൊലി ഉരിഞ്ഞു പോലെ നിൽക്കുന്ന റോസിയെ കണ്ടതും അവന് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. പപ്പയോട് പറഞ്ഞ് കോളേജിലേക്ക് തൻ്റെ ബുള്ളറ്റിൽ വെച്ചു പിടിച്ചു. ചെന്നപ്പോഴേ കണ്ടു സിദ്ധുവും ക്രിസ്റ്റിയും അബിയും റോസിയും കാറിലിരിക്കുന്നത്. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന്. എന്താടാ ഉണ്ടായത്? എവിടെ ആ പന്ന മോള്?
അവൻ പല്ലിറുമിക്കൊണ്ട് അവരോടായി ചോദിച്ചു. ആഹി, വേണ്ട, നമ്മുടെ ഭാഗത്തു തെറ്റുണ്ട്. ഇവൾ അവളുടെ ആഹാരം തട്ടിത്തെറിപ്പിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ഇവളുടെ മേൽ കൈവെക്കേണ്ടി വന്നത്. ഇത് വലിയൊരു ഇഷ്യൂ ആക്കണ്ട, അബി പറഞ്ഞു. നീ എന്താ അബി അവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്? അവൾ കൈവച്ചത് ഇവൾക്ക് മേലെയാണ്, അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച്. ഇന്ന് വരെ നമുക്ക് നേരെ കൈ ഓങ്ങിയിട്ട് ആരെയെങ്കിലും നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടോ? ക്രിസ്റ്റി പറഞ്ഞു. ക്രിസ്റ്റി, അവളൊരു പെണ്ണാണ്. ഇത് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. അവളെങ്ങാനും പോയി പോലീസിൽ വല്ല കംപ്ലൈൻറ്റും ചെയ്താ? അബി പറഞ്ഞു നിർത്തി. ഈ സമയം അത്രയും അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ആഹി. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, ഐ വാണ്ട് ടു സീ ഹെർ നൗ. നമ്മുടെ മേൽ കൈവച്ച അവളെ വെറുതെ വിടില്ല ഞാൻ. ആഹി, അബി വീണ്ടും വിളിച്ചു. അബി, വേണ്ട, അവനെ തടയണ്ട, സിദ്ധു പറഞ്ഞു. ഞാനും വരാം ആഹി, റോസി പറഞ്ഞു. വേണ്ട, എനിക്ക് അവളെ ഒറ്റയ്ക്ക് കാണണം. നേരെ അവൻ പോയത് അവളുടെ ക്ലാസ്സിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ആർക്കും അറിയില്ല അവൾ എങ്ങോട്ടാ പോയതെന്ന്. പുറത്തേക്കിറങ്ങി ഒരാളോട് ചോദിച്ചതും അവൻ ലൈബ്രറിക്ക് നേരെ കൈ ചൂണ്ടി. അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ലൈബ്രറിയിൽ അവിടെവിടെയായി കൂട്ടം കൂടി നിന്നവരെല്ലാം അവൻ വരുന്നത് കണ്ട് പുറത്തേക്ക് പോയി. ലൈബ്രറിയൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ വാതിലടച്ച് കുറ്റിയിട്ടു. അവിടെയാകെ അവളെ തിരഞ്ഞു. കുറച്ചു ദൂരെയായി മേശയിൽ തലവെച്ച് കിടക്കുന്ന അവളെ കാണെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളെ ലക്ഷ്യമാക്കി അവൻ്റെ കാലുകൾ ചലിപ്പിച്ചു. ഒരു വശത്തേക്ക് മുഖം ചായച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്ന അവളെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. നെറ്റിയിൽ പാതി മാഞ്ഞു തുടങ്ങിയ ചന്ദനക്കുറിയും ഒരു കുഞ്ഞു പൊട്ടും മാത്രമേ അതേ ഉള്ളൂ ചമയമെന്ന് പറയാൻ. അവളുടെ ഐശ്വര്യം നിറഞ്ഞ മുഖത്തേക്ക് ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ കുറുകി. ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു തുടുത്തു. അതേ ഭാവത്തിൽ അവൻ അവളിരിക്കുന്ന മേശമേൽ ശക്തിയായി കൈകൊണ്ടടിച്ചു. വലിയ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ സപ്തനാഡികളും തകർന്നു പോകുന്നത് പോലെ തോന്നി. അവൻ്റെ കണ്ണുകളിലെത്തി അവളെ ചുറ്റരിക്കാൻ പാകത്തിനുള്ളതായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ഞാനൊന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ദേവിക? ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ എന്താ നടക്കുന്നതെന്ന് അവൻ ക്രൂരമായ ചിരിയോടെ അവളോടായി ചോദിച്ചു. അവൾ പ്രതീക്ഷിക്കാത്ത അടുത്ത നിമിഷം അവൻ അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അമ്മേ! വേദന കൊണ്ട് അവളുടെ തൊണ്ടയിൽ നിന്നും നിലവിളി പുറത്തേക്ക് വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുറ്റുപാടും ഒരു രക്ഷയ്ക്കെന്നോണം അവൾ കണ്ണുകൾ പായിച്ചു. നോക്കണ്ട, ഒരു പട്ടിയും നിന്നെ രക്ഷിക്കാൻ വരില്ല. എനിക്ക് വേദനിക്കുന്നു, വിട്. അവൾ കരഞ്ഞുകൊണ്ട് ഇടറുന്ന ശബ്ദത്തോടെ അവനോട് പറഞ്ഞു. ഇനി നീ വേദനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മോളെ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ? വേദന കൊണ്ട് അവൾ രണ്ടു കൈയും അവൻ മുടിക്കുത്ത് പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് അമർത്തി പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കയടച്ചു. ഞങ്ങളെ കണ്ടുമുട്ടിയതാണ് നിനക്ക് പറ്റിയ തെറ്റ്. പക്ഷേ തെറ്റുകൾ പിന്നെയും പിന്നെയും നീ ആവർത്തിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അവൻ അവളോട് ഒന്നുകൂടി അമർന്നു നിന്നു. വേദനയാലും അപമാനത്താലും അവൾ കണ്ണുകൾ തുറന്നതേയില്ല. ഇനി ഒരിക്കലും ഞങ്ങളുടെ നേർക്ക് വരാതിരിക്കാൻ ഞാനൊരു സമ്മാനം തരട്ടെ? അവൻ അവളുടെ മുടിയിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. എന്നാൽ അവൻ്റെ കണ്ണുകളിലെ ഭാവമാറ്റം കണ്ട് അവൾ ഒരു നിമിഷം പകച്ചു. തൊട്ടടുത്ത നിമിഷം അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവനോടടുപ്പിച്ചു. ഒരു നിമിഷം ഒന്ന് പകച്ചുപോയെങ്കിലും അവൾ തന്നാൽ കഴിയുന്ന ശക്തിയെടുത്ത് അവനെ തള്ളി മാറ്റാൻ നോക്കി. അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൻ വേച്ച് പിന്നിലേക്കാഞ്ഞു. അവനെ മറികടന്ന് ഓടാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവളുടെ പിൻഭാഗം അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ പതിയെ കഴുത്തിൽ പാറി വീണ മുടിയിഴകളെ മറുകൈയാൽ ഒതുക്കി. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ വിട്, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുൻപിൽ വരില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നാൽ അവളുടെ വെളുത്തു തുടുത്ത പിൻകഴുത്തിലെ തെളിഞ്ഞു നിൽക്കുന്ന കറുത്ത മറുകിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. അവളെ വെറുതെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുറച്ചു സമയം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും അവളെ പുച്ഛിച്ച് ചിരിക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതിനാണ് അവളെ വിടാതെ ചേർത്ത് പിടിച്ചത്. കുറച്ചു സമയം പിടിച്ചു കഴിഞ്ഞാൽ വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ്റെ ഹൃദയ താളങ്ങളെ ഭേദിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലെ കാക്കാപ്പുള്ളിയിൽ അവൻ പല്ലുകൾ ആഴ്ന്നിറക്കി. അവളെ വേദന കൊണ്ടൊന്ന് പുളഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ വയറിൽ കുസൃതി കാട്ടി. അവൾ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ വ്യത്യാസപ്പെടുന്ന അവൻ്റെ നെഞ്ചെടുപ്പിൻ്റെ ആഴമളക്കാൻ അവൻ പ്രയാസപ്പെട്ടു. പഞ്ഞി പോലുള്ള അവളുടെ ആലില വയറിൽ അവൻ്റെ കൈകൾ എന്തിനോ വേണ്ടി അലഞ്ഞു നടന്നു. എന്നാൽ ആദ്യമായി ഒരു പുരുഷന്റെ കൈ തൻ്റെ ആലില വയറിൽ പതിഞ്ഞപ്പോൾ അവൾ ആകമാനം ചൂളി ഇല്ലാണ്ടാകുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നതിനിരട്ടി ശക്തിയിൽ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന പോലെ.
ഫോൺ കോൾ വരുന്ന സൗണ്ട് കേട്ടാണ് അവൻ സ്വബോധം വന്നത്. താൻ ചെയ്ത കാര്യത്തെപ്പറ്റി ഓർത്ത് അവനാകെ വല്ലാണ്ടായിപ്പോയി. അവൻ്റെ പിടി അയഞ്ഞു എന്ന് തോന്നിയ ആ നിമിഷം അവനെ പിറകിലേക്ക് തള്ളി അവൾ. പുറകിലേക്ക് ആഞ്ഞു പോയ അവൻ പ്രതീക്ഷിക്കാതെ അടുത്ത നിമിഷം അവളുടെ കൈ ഊക്കോടെ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. പെണ്ണിൻ്റെ മാനം വെച്ച് കളിക്കുന്നോ യു ബാസ്റ്റഡ്. കണ്ണുകളിൽ എരിയുന്ന അഗ്നിയുമായി അവൾ പറയുന്നത് കേട്ട് അവൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ഡീ. അവൻ അലറിക്കൊണ്ട് അവൾക്ക് നേരെ വന്നു. തൻ്റെ ബാഗ് എടുത്ത് അതിൽ നിന്നും പേഴ്സ് മാത്രം എടുത്ത് ബാഗ് ഊക്കോടെ അവൻ്റെ നേർക്കെറിഞ്ഞു. ദേവിക, ഇന്നത്തോടെ പഠിത്തം അവസാനിപ്പിക്കുന്നു. ഇനി ഈ കോളേജിൻ്റെ പടി എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ചവിട്ടില്ല. നീ ഇത് കൊണ്ടുപോയി ചുട്ടു തിന്ന്. കലിയോടെ അവൾ അവനോട് അലറി. അവനാണെങ്കിൽ പകച്ചു നിൽക്കുകയാണ്. പോകാനായി തിരിഞ്ഞ അവൾ ഒന്നുകൂടി അവൻ്റെ നേർക്ക് വന്നു. ഒന്നല്ല 3 ജീവിതങ്ങളെയാണ് നീ അനാഥനാക്കിയത്. എൻ്റെ സ്വപ്നങ്ങളാണ്. അത് എടുത്തോ, മറക്കില്ല ഞാൻ ഒരിക്കലും. ഇനി അടുത്തത് ഇതിൻ്റെ പേരിൽ പക പോക്കാൻ വരരുത്. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുകയാണ്. തൊടുകൈകളോടെ നിറഞ്ഞ വെള്ളാരം കണ്ണുകളോടെ ഉള്ളിലെരിയുന്ന അഗ്നിയോടെ അവൾ പറയുന്നത് കേട്ട് അവൻ ഒരു നിമിഷം നിശ്ചലനായി. ഷാള് കൊണ്ട് വാശിയോടെ മുഖം തുടച്ച് നടന്നകലുന്ന അവളെ നോക്കി അവൻ പതിയെ ആ ബാഗ് കയ്യിലെടുത്തു.